ജയിച്ചു കഴിഞ്ഞോടുകൂടി ആളെ ഉറച്ചു കൂടി ഇരുത്തിയെന്ന് പറയാം. അതെ, ഇപ്പത്തെ സാഹചര്യം ആർക്കും അറിയാം. ഏത് ചെറിയ കുട്ടികളോട് ചോദിച്ചാലും ഇപ്പത്തെ ഇത് സംഭവം അറിയാം. ജനപക്ഷം നോക്കണല്ലോ ശരിക്കും. ഇപ്പൊ ഒരു 100 ആളെ കൂട്ടിയ 99 ആളും സതീശന് ആളങ്ങനല്ലേ പറയുള്ളൂ. അതെ, സ്ഥാനാർത്ഥിയുടെ പേരല്ല UDF സന്തോഷമായിട്ട് ഒരു ഭരിച്ചാൽ മതി, ജനങ്ങളെ ഉപദ്രവിക്കാതെ. അത്രേ ഉള്ളൂ. ആര് വന്നാലും നമുക്ക് എന്താ പ്രശ്നം? പിണറായി വിജയൻ തന്നെ വരും കരുതിയത്. ഒരു തച്ചാലും മണ്ണ കൊന്നാലും മണ്ണ. അടി നടക്കാതെ മതി. ഒരു 7 മാസം കൊണ്ട് പിന്നെ മന്ത്രിസഭ പൊളിഞ്ഞാടും. 2000 രൂപ പെൻഷൻ ഉണ്ട്, അത് മാസം കൂടുമ്പോൾ അങ്ങ് കിട്ടിയാൽ മതി. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയെന്ന് കിട്ടുന്ന പെൻഷൻ കൂടി ഇല്ലാതെ മതി. കൂടുതൽ പണിയെടുത്തേക്കുന്നത് സതീശനാണ്. 21-നാണെങ്കിൽ രമേശ് ചെന്നിത്തല, സീനിയറിറ്റി നോക്കുകയാണെങ്കിൽ രമേശ് ചെന്നിത്തല. എനിക്ക് സതീശൻ. പക്ഷെ ഇപ്പത്തെ 5 വരെ അധ്വാനിച്ച് സതീശൻ വരണമെന്നുള്ളതാണ്. സതീശൻ വരണമെന്നുള്ള കണ്ടീഷനാ. അത് വരില്ലേ? വോട്ട് ചെയ്തല്ലോ. അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിനെ കുറിച്ച് പല ചർച്ചയും നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു പൗരൻ എന്ന നിലയിൽ ആര് മുഖ്യമന്ത്രി ആവുന്നതാണ് നിങ്ങളുടെ താല്പര്യം? സതീശനായിരുന്നു ഇപ്രാവശ്യത്തെ ഒരു മുഖം കോൺഗ്രസിന്റെ. അപ്പോൾ സതീശൻ തന്നെ ആവണം. മറ്റുള്ള ആളുകളാവുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ലതല്ല. ആര് വന്നാലും നമുക്ക് എന്താ പ്രശ്നം? നമ്മൾ ആരെ വശത്തുമില്ല. ഒരു തച്ചാലും മണ്ണ കൊന്നാലും മണ്ണ. 2000 രൂപ പെൻഷൻ ഉണ്ട്, അത് മാസം കൂടുമ്പോൾ അങ്ങ് കിട്ടിയാൽ മതി. അത് മുടങ്ങിയത് അത്രേ ഉള്ളൂ. നമുക്ക് അതൊന്നും നമ്മൾ രാഷ്ട്രീയപരമായിട്ട് യാതൊരു ബന്ധമല്ല. എന്തായാലും ആര് വരാനാണ് ആഗ്രഹം? അങ്ങനത്തെ ഒരു ആഗ്രഹം തന്നെ ഉണ്ട്. ആര് വന്നാലും നമുക്ക് കുഴപ്പമില്ല. ഓക്കെ, സന്തോഷം. അതേ അഭിപ്രായം തന്നെയാണ്. ആര് വരണം? അത് തന്നെ പറഞ്ഞു, ഇതേ അഭിപ്രായം തന്നെയാണ്. ഞങ്ങളൊന്നും രാഷ്ട്രീയക്കാരല്ല, അതുകൊണ്ടാണ്. ഒരു രാഷ്ട്രീയത്തിൽ നമ്മൾ കെട്ടി പണിക്കുന്ന ഒരാളാണ് ഏറ്റവും നമുക്ക് ഒരു വ്യത്യാസം പറയാം. അപ്പൊ അതുകൊണ്ടില്ല, നമ്മള് നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന കുറച്ച് ആളാണ്. വരട്ടെ, ആര് വന്നാലും നമുക്ക് കുഴപ്പമില്ല. സന്തോഷമായിട്ട് ഒരു ഭരിച്ചാൽ മതി, ജനങ്ങളെ ഉപദ്രവിക്കാതെ. അത്രേ ഉള്ളൂ. വോട്ട് ചെയ്യാതെ ആരായാലും കുഴപ്പമൊന്നുമില്ല. അടി നടക്കാതെ മതി. മുഖ്യമന്ത്രി ആരാണെന്നാണ് നിങ്ങളുടെ ആഗ്രഹം? സതീശന്. ജനങ്ങൾ കൂടുതൽ പിന്തുണക്കണ ആയിക്കോട്ടെ. രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലൊക്കെ സീനിയർ നേതാവാണ്. പക്ഷെ 2021 രമേശ് ചെന്നിത്തല ഭാഗ്യം ഉണ്ടായില്ല. അപ്പൊ ഇപ്പൊ 5 കൊല്ലം നയിച്ചത് സതീശൻ സാറല്ലേ? സീനിയറിറ്റി നോക്കുകയാണെങ്കിൽ രമേശ് ചെന്നിത്തലാണ്. പക്ഷെ ഇപ്പത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ സതീശൻ സാറാണ്. അപ്പോഴല്ലേ ശരിയാവുള്ളൂ. 21-നാണെങ്കിൽ രമേശ് ചെന്നിത്തല, സീനിയറിറ്റി നോക്കുകയാണെങ്കിൽ രമേശ് ചെന്നിത്തല. പക്ഷെ ഇപ്പത്തെ 5 വരെ അധ്വാനിച്ച് നമ്മളിപ്പത്തല്ലേ നോക്കുക. മുഖ്യമന്ത്രി പിന്നെ രമേശ് ചെന്നിത്തല ആകുകയാണെങ്കിൽ ആഭ്യന്തര വകുപ്പ് സതീശൻ സാറ്, അല്ലെങ്കിൽ 2 മൂപ്പര് കൈകാര്യം ചെയ്യാം. പുള്ളി ഇപ്പോ മുഖ്യമന്ത്രി സ്ഥാനം ഇല്ലാന്നുണ്ടെങ്കിൽ സഭയിലേക്ക് ഇല്ലാന്ന് പറഞ്ഞത്, അതിനോട് യോജിക്കുന്നുണ്ടോ? ഒരു 7 മാസം കൊണ്ട് പിന്നെ മന്ത്രിസഭ പൊളിഞ്ഞാടും. പൊളിഞ്ഞ ആടരുതെന്നാണ് അഭിപ്രായം. പക്ഷെ പൊളിഞ്ഞാടും. ജനം ഫുള്ള് സതീശന്റെ കൂടെ ആണേ. എന്ത് സംശയം? ആര് മന്ത്രി വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്? സതീശൻ, VD സതീശൻ തീർച്ചയായും എന്തായാലും വരും. എന്താ എത്ര ഉറപ്പ്? അത് ഉറപ്പാണ്. കാരണം അയാളാണ് ഇപ്പോൾ ഈ കോൺഗ്രസിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നത്. സാറല്ലെങ്കിൽ വേറെ ആരാ വരിക? രമേശ് ചെന്നിത്തല. ഇവർ രണ്ടുപേർക്കേ കിട്ടുള്ളൂ. കേസ് വരാൻ ചാൻസ് ഉണ്ടോ? കേസ് വരില്ല. അത് വരില്ല എന്ന് പറയാൻ കാരണം ഇത് കൂടുതൽ പണിയെടുത്തേക്കുന്നത് സതീശനാണ്. അതുകൊണ്ട് ഇനിയിപ്പോ KCയുടെ വരികയാണെങ്കിൽ ബൈ ഇലക്ഷൻ വേണമല്ലോ. ബൈ ഇലക്ഷൻ വെച്ച് കഴിഞ്ഞാൽ ജയിക്കുമോ? കേസ് വരില്ല. വെച്ചാലും വരില്ല. 100% ഉറപ്പാണ്. സതീശൻ. VD അല്ലെങ്കിൽ വേറെ ആരാ വരിക? VD ആണെങ്കിൽ വരാൻ സാധ്യത. അതായത് അയാളെ അർഹതപ്പെട്ട ആള്. മുഖ്യമന്ത്രിയാണെങ്കിൽ VD സതീശൻ. VD സാറല്ലെങ്കിലോ? VD തന്നെ വേണം, നിർബന്ധമാണ്. സാറെ കണ്ടാണ് വോട്ട് ചെയ്ത്. അതെ. സാറ് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ KC വരികയാണെങ്കിൽ ബൈ ഇലക്ഷൻ വേണമല്ലോ. അങ്ങനെ ഇലക്ഷൻ വെച്ച് കഴിഞ്ഞാൽ ജയിക്കുമോ? ജയിക്കൂല, വോട്ടാരും ചെയ്യൂല. ഞമ്മക്ക് VD സതീശൻ മുഖ്യമന്ത്രി. മുപ്പരെ കണ്ടാണ് വോട്ട് ചെയ്ത്. മുപ്പര് വന്നിട്ടില്ലെങ്കിൽ വോട്ട് എന്തായാലും ചെയ്യണല്ലോ നമ്മള്, ആർക്കായാലും. അത് ഇന്ത്യൻ പൗരൻ്റെ ഇതല്ലേ, അത് മുടക്കാൻ പാടില്ലല്ലോ. VD സതീശൻ വരണം എന്നുള്ളതാണ്. പാർട്ടിക്കാരനല്ല. VD സതീശൻ വന്നാൽ നന്നാവുന്നതാണ് നമുക്ക്. ഏതായാലും ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ സീറ്റ് 102 കിട്ടിയല്ലോ. അപ്പോൾ VD സതീശൻ വരണം എന്നുള്ളതാണ് നമ്മള്. ജയിച്ചു കഴിഞ്ഞോടുകൂടി ആളെ ഉറച്ചു കൂടി ഇരുത്തിയെന്ന് പറയാം. അതെ, ഇപ്പത്തെ സാഹചര്യം ആർക്കും അറിയാം. ഏത് ചെറിയ കുട്ടികളോട് ചോദിച്ചാലും ഇപ്പത്തെ ഇത് സംഭവം അറിയാം. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. ഇത് ജയിക്കുന്നതിന് മുന്നേ തന്നെ ഈ ഇലക്ഷന്റെ പ്രചരണം നടക്കുന്ന സമയത്ത് തന്നെ എല്ലാവരുടെയും ഉള്ളില് VD സതീശനാണ് റെഡിയാക്കി നിന്നാണ്. അപ്പൊ പിന്നെ ജനപക്ഷം നോക്കണല്ലോ ശരിക്കും. ഇപ്പൊ ഒരു 100 ആളെ കൂട്ടിയ 99 ആളും ആളങ്ങനല്ലേ പറയുള്ളൂ. അതെ, ഞാൻ ഇവിടെ ഭരണകാലം ഭരിച്ചത്
പിണറായി വിജയൻ തന്നെ വരും കരുതിയിരുന്നത്. അത് വന്നില്ല. എന്താ പിണറായി വിജയൻ മാറ്റം വരണം എന്നുള്ള കമ്പുണ്ടായിരുന്നു. അങ്ങനെയാണ് നിൽക്കുന്നു. അപ്പോൾ ഏതായാലും നമ്മൾ കോൺഗ്രസ് ജയിച്ചു. അപ്പോൾ അതുകൊണ്ടൊന്നും കൂടി ജനങ്ങൾക്ക് പുരോഗമനം ഉണ്ടാകുന്നൊരു പ്രതീക്ഷ ഉണ്ട്. ആദ്യത്തെ ഭരണത്തിൽ പിന്നെ പുരോഗമനം ഇല്ല എന്നല്ല പറയുന്നത്. ചെറിയ ഉദ്ദേശം മാറ്റം വരണം എന്നുള്ള കണ്ടീഷൻ ഉണ്ടായിരുന്നു. അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല. ഭരണത്തിലെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ഭരണത്തിൽ മാറുന്ന നല്ലതാണെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നടക്കാണ്. ഇപ്പൊ സ്ഥാനത്തെ ചൊല്ലിക്കാണ്ട് ഭയങ്കര ചർച്ച നടക്കുന്നുണ്ട്. 3 പേരുണ്ട് സ്ഥാനത്തേക്ക്. അപ്പൊ അതിൽ ആര് വരണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം? വരാ സതീശൻ തന്നെ വരണം എന്നുള്ള പ്രതീക്ഷയാണ് എൻ്റെ അടുത്ത് വേണ്ടത്. അത് വരില്ലേ? അറിയില്ല, അതിനാപ്പോ ചോദിക്കുന്നത്. 3 പേരെ പറയുന്നുണ്ട്. പക്ഷെ ജനങ്ങളുടെ ഉള്ളില് സതീശൻ സാറാണ്. അപ്പോ എല്ലാ ആളുകളും പുള്ളിയെ കണ്ടിട്ടാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങളും അങ്ങനെയാണോ? ഞാൻ അടുത്ത വർഷത്തിന് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും UDF വരുന്ന സമയത്ത് മന്ത്രിയായിട്ട് ആര് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്? അത് പ്രതീക്ഷ സതീശൻ വരണം എന്നുള്ള കണ്ടീഷനാണ്. ഒന്നുകൂടി നമുക്ക് ഇവിടെ ആര് ഭരിച്ചാലും നമുക്ക് ഭരണം ക്ലിയർ ആവണം. നമ്മളെ ജീവിതകാലം വരെ നമുക്ക് പെൻഷൻ കിട്ടും വേണം. ഇനിയിപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയെന്ന് കിട്ടുന്ന പെൻഷൻ കൂടി ഇല്ലാതായാൽ മതി. അത് ഇനി ഇല്ലാതായാലാണ് പ്രശ്നം. അപ്പോൾ ജനങ്ങളൊക്കെ തിരിഞ്ഞോട് നിൽക്കും. അല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് പാർട്ടി ഏതായാലും നമ്മളെ പ്രശ്നം ക്ലിയർ ആയി പോകണം. അത്രയുള്ളൂ നമ്മളെ ജീവിതത്തിൽ. അതെ, നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആയി പോകണം. അപ്പോൾ നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നമുക്ക് സ്വതന്ത്രമായിട്ട് പോവുള്ളൂ. ആ പ്രതീക്ഷയുണ്ട് നമുക്കൊക്കെ. അതേപോലെ ഇനിയിപ്പോ വീടിക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ KC ആവുകയാണെങ്കിൽ ബൈ ഇലക്ഷൻ വരും. ബൈ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ KC ഇവിടെ മത്സരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ജയിക്കുന്നുണ്ടോ? എനിക്ക് അത്ര പ്രതീക്ഷയല്ല. ഭരണകക്ഷികൾ ഇപ്പോൾ ഈ കോൺഗ്രസും അടുത്ത വർഷം തന്നെയല്ല ഇവിടെ ഭരിച്ചോണ്ട് വരുന്നത്. മറ്റുള്ളവർ വരുന്നതിൽ പ്രതീക്ഷ ഇപ്പം അടുത്തൊന്നുമില്ല. ഇനി വരുന്ന വെച്ചാൽ പിന്നെ ഇവരൊക്കെ ഭരണത്തിൻ്റെ കാരണമായിട്ടുള്ള വരുള്ളൂ, അല്ലാതെ ഒന്നും വരില്ല. ഭരണം ആരും നന്നാക്കണ പോലെ ഇപ്പം ജനങ്ങളുണ്ടാവും. അതിലൊന്നും പറയാനൊന്നുമില്ല. ജനങ്ങൾ നന്നായിട്ട് ആര് ഭരിക്കുന്നോ അവരുടെ കൂടെ ജനം വോട്ടുണ്ടാവും. അല്ലാതെ വോട്ടൊന്നും അവർക്ക് വെറുതെ പഴയ കാലഘട്ടമൊന്നുമല്ല. ഇന്നയാൾക്ക് ചെയ്യണമെന്നുണ്ട ഓർക്കനെ ചെയ്യേണ്ട കാലഘട്ടമൊന്നുമല്ല. ഇപ്പം ഏതൊരു 10-15 വയസ്സായ കുട്ടികൾക്കും ഒരുവിധം എല്ലാ കാര്യങ്ങളും മനസ്സിലാണ്ട് അങ്ങനത്തെ കാലഘട്ടമാണ്. അപ്പോൾ ആരും വെറുതെ ഒന്നുമില്ല. അപ്പോൾ ഭരണം ആരാ നന്നാക്കി ഭരിക്കണിച്ചാൽ ഓരോപ്പം ജനങ്ങളുണ്ടാവും. അത്രയുള്ളൂ എനിക്ക് പറയാനുള്ളൂ.